നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമൃദ്ധിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് സമൃദ്ധിയുടെയും പ്രതീക്ഷകളുടെയും മാസമാണ് ചിങ്ങമാസം. കാർഷിക സമൃദ്ധിക്കൊപ്പം ഓണക്കാലത്തിൻ്റെയും തിളക്കത്തിൽ മലയാളക്കര പുതിയൊരു വർഷത്തിലേക്ക് ചുവടുവെക്കുന്ന ഈ ഒരു പുണ്യമാസത്തിൽ ചില നാളുകാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാറ്റങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാനചലനങ്ങളും ചിങ്ങത്തിലെ അനുകൂല യോഗങ്ങളും കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്കും സാമ്പത്തിക ഞെരുക്കങ്ങൾക്കുമൊക്കെ വിരാമമിട്ടുകൊണ്ട് ജീവിതം പച്ചപിടിക്കാൻ പോകുന്ന 8 ഭാഗ്യനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ വിശദമായി നോക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത്, ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത്തരത്തിൽ ചിങ്ങമാസത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ചിങ്ങമാസം സാമ്പത്തികമായി വലിയൊരു വഴിത്തിരിവാണ് നൽകുക. കഴിഞ്ഞ മാസങ്ങളിൽ രോഹിണി നക്ഷത്രങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകൾക്കും സാമ്പത്തിക ഞെരുക്കങ്ങൾക്കുമൊക്കെ ഈ ഒരു മാസം പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. എന്നതിനപ്പുറം പുതിയ വരുമാന സ്രോതസ്സുകൾ കൂടി തുറക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് രോഹിണി നാളുകാർക്ക് ചിങ്ങമാസം എന്ന് പറയുന്നത്. തൊഴിൽ രംഗത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാനോ സാധ്യതയുണ്ട്. വിദേശ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു മാസമാണിത്. കുടുംബാന്തരീക്ഷം നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുവാനും സാധിക്കുന്നതാണ്. എങ്കിലും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലതവണ ആലോചിച്ചും വിദഗ്ധ അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷം മാത്രം അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അടുത്തതായി കാണുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന മാസമാണ് ചിങ്ങമാസം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഈ ഒരു ഭാഗ്യത്തിൻ്റെ സ്പർശനം കാണുവാൻ സാധിക്കും. ബിസിനസ്സിലും ധനപരമായ ചുറ്റുപാടുകളും നോക്കുകയാണെങ്കിൽ പുതിയ സംരംഭങ്ങളും ബിസിനസ്സുകളും തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണിത്. മുടങ്ങിക്കിടന്ന വലിയ തുകകൾ തിരികെ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതയും കാണുന്നു. കൂടാതെ തൊഴിൽപരമായ തടസ്സങ്ങൾ നീങ്ങി മാനസിക സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും വർദ്ധിക്കുന്നതായും കാണുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ മകയിരം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്തതായി പരാമർശിക്കുന്ന മൂന്നാമത്തെ ഭാഗ്യനക്ഷത്രം പുണർദം നക്ഷത്രമാണ്. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ഒടുവിൽ വലിയൊരു ആശ്വാസം ലഭിക്കുന്ന മാസമാണ് പുണർദം നാളുകാർക്ക് ചിങ്ങമാസം. ഗുരുപ്രതിയും ഗൃഹാനുകൂല്യവും ഇവർക്ക് വലിയ രീതിയിൽ ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കുവാനും നിലവിലെ ജോലി ഉള്ളവർക്ക് ബോണസോ മറ്റേ അധിക തുകകളോ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിവാഹവും വിദ്യാഭ്യാസവും പോലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുവാനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാനും സാധിക്കുന്ന മാസമാണ് ചിങ്ങമാസം. ഇനി പരാമർശിക്കുന്ന നാലാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നാളുകാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായി നേടിയെടുക്കുവാൻ കഴിയുന്ന കാലം തന്നെയാണിത്. സൂര്യന്റെ രാശിമാറ്റം ഇവർക്ക് പുതിയ ഊർജവും പ്രതിഭയും നൽകുന്നു. ഭൂമി, വീട്, വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ അത് സാധിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ കുറയും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കുവാനും അത്തരത്തിൽ ഈയൊരു മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായാണ് അനുഭവപ്പെടുക. അടുത്തതായി ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്ന അഞ്ചാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രത്തിന്റെ പൊതുവായുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്ക് അർഹമായ അംഗീകാരം കിട്ടാതെ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലികൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടാതെ
വിഷമിക്കുന്നതായാണ് കാണുവാൻ സാധിക്കുക. ഇത്തരത്തിൽ വിഷമിച്ചിരുന്ന ചോദ്യനാളുകാർക്ക് ചിങ്ങമാസം വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. തൊഴിൽ രംഗം നോക്കുകയാണെങ്കിൽ കച്ചവടക്കാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഇരട്ടി ലാഭം ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ജോലിസ്ഥലത്തെ ശത്രുദോഷങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതും കാണുന്നു. ഇവരുടെ സാമൂഹ്യ ജീവിതം നോക്കുകയാണെങ്കിൽ പുതിയ സുഹൃത്തുക്കളെയും ശക്തരായ ആളുകളുമായുള്ള ബന്ധവും കരിയറിൽ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതായും കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ചോദ്യ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയം തന്നെയാണ് വന്നെത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി പറയുന്ന 6ാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കഷ്ടപ്പാടുകളും തടസ്സങ്ങളും മാത്രം അനുഭവിച്ചിരുന്ന അനിഴം നാളുകാർക്ക് ചിങ്ങം ഒരു രക്ഷാ കവചമായാണ് മാറുന്നത്. അപ്രതീക്ഷിതമായ ധനലാഭത്തിനും പൂർവിക സ്വത്ത് ലഭിക്കുവാനുമുള്ള യോഗം തെളിയുന്നു. തൊഴിൽ മേഖലയിലെ എല്ലാ തടസ്സങ്ങളും അവസാനിക്കും. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കുവാനോ പുതിയ അതിഥി വന്നു ചേരുവാനുള്ള സാധ്യതയോ കാണുന്നുണ്ട്. അടുത്തതായി പരാമർശിക്കുന്ന 7ാമത്തെ സൗഭാഗ്യ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായും വ്യക്തിപരമായും ഉയർന്ന പദവികൾ ലഭിക്കുവാൻ പോകുന്ന മാസമാണ് ചിങ്ങമാസം. കരിയറിൽ നേതൃത്വ ഗുണം പ്രകടമാക്കുവാനും ഉന്നത ഉദ്യോഗസ്ഥരുടെ അംഗീകാരവും പ്രീതിയും പിടിച്ചുപറ്റുവാനും സാധിക്കും. ബിസിനസ്സിൽ വിപുലീകരണവും സാധ്യമാകും. സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്ന സമയം തന്നെയാണ്. ദീർഘനാളെ മനസ്സിൽ കൊണ്ടു നടന്ന ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് വഴിയൊരുങ്ങും. ഇനി നമ്മൾ അവസാനമായി പരാമർശിക്കുന്ന 8ാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. വലിയ ഭാഗ്യങ്ങൾക്ക് അർഹരാകുന്ന ഒരു നക്ഷത്രമാണ് രേവതി. രേവതി നാളുകാരുടെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടം മാറി പുതിയൊരു വെളിച്ചം വീശുന്ന മാസമാണ് ചിങ്ങമാസം. സമാധാനവും ഐശ്വര്യവും എല്ലാ മേഖലകളിലും മാനസിക സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്നതായി കാണുന്നു. വിദേശ യാത്രകൾക്ക് അനുമതി ലഭിക്കും. പുതിയ വീട് വെക്കുവാനോ വാങ്ങുവാനോ അല്ലെങ്കിലുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാനോ കഴിയാതിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അനുകൂല ഫലങ്ങളാണ് ഈ മാസം ഉണ്ടാവുക. സർഗാത്മക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മികച്ച പ്രശസ്തിയിലേക്ക് ചുവടുവെക്കുവാനുള്ള അവസരങ്ങളും ലഭിക്കും. ഈ പറഞ്ഞ 8 നക്ഷത്രക്കാർക്കും ചിങ്ങമാസം സുവർണകാലമായിരിക്കുമെങ്കിലും അവനവൻ്റെ പ്രയത്നവും ഈശ്വരാധീനവും തന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമെന്നുകൂടി മനസ്സിലാക്കുക. നല്ല ചിന്തകളോടെയും കഠിനാധ്വാനത്തോടെയും മുന്നോട്ട് പോകുക. ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.